കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിച്ചായിരുന്നു ബിഗിനേഴ്സിന്റെ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ കാര്യം നമ്മളൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിലോ, അതായത് നീ ഇത് ചെയ്യുകയായിരുന്നോ എന്നൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി വാസും വേറെ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ സെന്റൻസ് ചെറുതായിട്ടൊന്ന് മാറും. അതെങ്ങനെയാണ് മാറുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ വാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ ഐ, ഹി, ഷീ എന്നീ വാക്കുകളുടെ കൂടെ ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഈ പറയുന്നത് പോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ പിന്നെ യു, അതുപോലെ ദേ, വി ഈ കേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനം. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സും കാണാതെ ആണെങ്കിൽ ഇതൊരു സീരീസ് ആണ്. തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീരീസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമാണിത്. തുടക്കം മുതൽ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നീ അവനോട് സംസാരിക്കുകയായിരുന്നോ? അപ്പൊ നീ അവനോട് സംസാരിക്കുകയായിരുന്നു എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? നമ്മൾ യു വേർ ടോക്കിംഗ് ടു ഹിം എന്ന് എഴുതും അല്ലെ. നീ അവനോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ സെന്റൻസ്. പക്ഷേ സംസാരിക്കുകയായിരുന്നോ അതൊരു ചോദ്യമാകുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വേർ ഇങ്ങോട്ട് വരും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. അല്ല, നമ്മൾ മലയാളത്തിലും ഉണ്ട്. എന്ത്, എങ്ങനെ, അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ. അതേപോലെ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോഴേ ഈ വാക്ക് നമ്മൾ കാണണം. നീ എന്തിനു വന്നു എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ എഴുതുക? വേർ, അങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വേർ ആയിരുന്നോ, ആ ചോദ്യം വെച്ച് തന്നെ നമ്മൾ തുടങ്ങും. വേർ യു, അതായത് യു വേർ എന്നുള്ളത് വേർ യു ആകും. വേർ യു എന്ത് ചെയ്യായിരുന്നോ? അവനോട് സംസാരിക്കുകയായിരുന്നോ? ടോക്കിംഗ് ടു ഹിം. സിമ്പിൾ അല്ലേ? വളരെ ഈസി അല്ലേ? അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും. അവൻ ഇന്നലെ തിരക്കിലായിരുന്നോ? അവൻ ഇന്നലെ തിരക്കിലായിരുന്നു എന്നായിരുന്നെങ്കിൽ നമ്മൾ ഹി വാസ് ബിസി യെസ്റ്റർഡേ എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇതൊരു ചോദ്യമായതുകൊണ്ട് ഹി വാസ് എന്നുള്ളത് എന്താകും? ഹി വാസ് എന്നുള്ളത് വാസ് ഇങ്ങോട്ട് പോകും, ഹി അങ്ങോട്ട് വരും. സോ വാസ് ഹി എന്നാകും. വാസ് ഹി, സോറി ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയതാണ്. ക്യാപിറ്റൽ അല്ല കേട്ടോ, സ്മോൾ ലെറ്റർ ആണ്. സോ വാസ് ഹി എന്തായിരുന്നോ? തിരക്കിലായിരുന്നോ? വാസ് ഹി ബിസി യെസ്റ്റർഡേ? ഇന്നലെ എന്നുള്ളത് യെസ്റ്റർഡേ. സിമ്പിൾ അല്ലേ? നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും പാടൊന്നുമില്ല അല്ലേ? നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് സെന്റൻസസ് ഫോം ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രയാസമുള്ളൊരു ഭാഷയല്ല ഇംഗ്ലീഷ്. പിന്നെ നമ്മളത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇനി അവർ ഇന്നലെ സ്കൂളിലായിരുന്നോ? അവർ ഇന്നലെ സ്കൂളിലായിരുന്നോ? ഇപ്പൊ ഇത്രയും നേരം നമ്മൾ അവർ ഇന്നലെ സ്കൂളിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ വാസ് യൂസ് ചെയ്തു. പക്ഷേ അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുള്ളപ്പോൾ എപ്പോഴും മറക്കാതെ വേറെ യൂസ് ചെയ്യണം. നമ്മളത് മറന്നു പോകും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മറക്കില്ല. മറന്നു പോവാതിരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ അവരിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ദേയുടെ കൂടെ എന്താ യൂസ് ചെയ്യുക? വേർ ദേ എന്ത് ചെയ്യായിരുന്നു എന്നാ ചോദിച്ചേ? സ്കൂളിലായിരുന്നോ? അപ്പൊ സ്കൂളിലായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? പലർക്കും ഡൗട്ട് ഉണ്ട്. ഇൻ സ്കൂളാണോ, ഓൺ സ്കൂളാണോ, അറ്റ് സ്കൂളാണോ? പ്രൊപ്പോസിഷന്റെ ക്ലാസ് നമുക്ക് പഠിക്കാം ഈ സീരീസിൽ തന്നെ. നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു സ്ഥലത്താണോ എന്ന് ചോദിക്കുമ്പം ആ സ്ഥലത്തിൻ്റെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ സ്കൂൾ ബിൽഡിങ്സിന്റെ ഒക്കെ കൂടെ, സ്കൂൾ, ഓഫീസ്, ബാങ്ക് ഇങ്ങനത്തെ ബിൽഡിങ്സിന്റെ, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, പാർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ ഒക്കെ കൂടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. സോ വേർ ദേ അറ്റ് സ്കൂൾ എന്നാ നമ്മൾ പറയാം. വേർ ദേ അറ്റ് സ്കൂൾ യെസ്റ്റർഡേ. ഇപ്പൊ നമുക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാം, ഇൻ സ്കൂൾ ചോദിച്ചൂടെ ടീച്ചറെ, അവിടെ എന്താ പ്രശ്നം?
ഇൻ സ്കൂൾ ചോദിക്കാം, സ്കൂളിന്റെ ഉള്ളിലായിരുന്നോ എന്നെടുത്ത് നമുക്ക് ചോദിക്കണമെങ്കിൽ മാത്രം, ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നോ എന്നെടുത്ത് ചോദിക്കണമെങ്കിൽ മാത്രം ഇൻ സ്കൂൾ, അല്ലെങ്കിൽ പൊതുവെ സ്കൂളിലായിരുന്നു ചോദിക്കാനായിട്ട് നമ്മൾ അറ്റ് സ്കൂൾ യൂസ് ചെയ്താൽ മതി. ഇനി ഇന്ന് രാവിലെ മഴ പെയ്യുകയായിരുന്നില്ലേ? ഇവിടെ ഇത്രയും നേരം നമ്മൾ ചോദിച്ചത് ചെയ്യുകയായിരുന്നോ എന്നാ. അവർ ഇന്നലെ സ്കൂളിലായിരുന്നോ, അവൻ ഇന്നലെ തിരക്കിലായിരുന്നോ, നീ അവനോട് സംസാരിക്കുകയായിരുന്നോ എന്നൊക്കെ. ആയിരുന്നോ ഇപ്പം ചോദിച്ച ചോദ്യം കേട്ടോ, ഇന്ന് രാവിലെ മഴ പെയ്യുകയായിരുന്നില്ലേ, ആയിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ നമ്മൾ ഇല്ല എന്നെങ്ങനെയാ പറയാ? ഇന്ന് രാവിലെ മഴ പെയ്യുകയായിരുന്നില്ല എന്നായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞേനെ? ഇറ്റ് വാസ് നോട്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസിന്റ്. വാസ് നോട്ട് എന്ന് മാറ്റാൻ ഞാൻ കുറച്ചൊരു ഷോർട്ട് ആക്കിയിട്ട് ഇറ്റ് വാസിന്റ് റെയിനിങ് ദിസ് മോർണിംഗ് അല്ലേ? ഇന്ന് രാവിലെ മഴ പെയ്യുകയായിരുന്നില്ല. അപ്പൊ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് വാസിന്റ് എന്താകും? കറക്റ്റ്, വാസിന്റ് ഇറ്റ് എന്നാകും. വാസിന്റ് മുന്നേ പോകും. സോ ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ വാസിന്റ് അല്ലെങ്കിൽ വേറെന്റ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ വാസിന്റ് ഇറ്റ് റെയിനിങ് ദിസ് മോർണിംഗ് എഴുതിയ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആവും, അതുകൊണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി. വാസിന്റ് ഇറ്റ് റെയിനിങ് ദിസ് മോർണിംഗ് എന്നാകും. ഓക്കെ, ഒന്നുമില്ല. ആയിരുന്നില്ലേ എന്ന് ചോദ്യം വരുമ്പോൾ വാസിന്റ് അല്ലെങ്കിൽ വേറെന്റ് വെച്ച് തുടങ്ങാം. ആയിരുന്നോ എന്നാണ് ചോദ്യം വരുന്നെങ്കിൽ വേറെ അല്ലെങ്കിൽ വാസ് വെച്ച് തുടങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുട്ടികൾ പുറത്ത് കളിക്കുകയായിരുന്നില്ലേ? ആയിരുന്നില്ലേ. അപ്പോൾ കുട്ടികൾ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. വേറെ വരുമോ വാസ് വരുമോ? വേറെ വരും അല്ലേ? സോ വേറെന്റ്. ആയിരുന്നില്ലേ എന്നായതുകൊണ്ട് വേറെന്റ്. ദ ചിൽഡ്രൻ പ്ലേയിങ് outside. Okay, weren't the children playing outside? ഇതെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കില്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ വാസ് വെച്ചും വേറെ വെച്ചും ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വേർഡ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരാളുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ, നമ്മുടെ കാര്യം, നമ്മുടെ സ്വന്തം കാര്യം പറയുമ്പോൾ മാത്രം വാസ് യൂസ് ചെയ്യുക. അല്ലാത്തപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ, നീ എന്ന് നമ്മൾ വേറൊരാളുടെ അടുത്ത് സെക്കൻഡ് പേഴ്സണോട് സംസാരിക്കുന്ന സമയത്തും എന്ത് യൂസ് ചെയ്യുക? വേറെ യൂസ് ചെയ്യുക. ഇനി ഒരു കാര്യം വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തുടങ്ങണം. അത് മാത്രമല്ല, നമ്മൾ യു വേർ എന്നുള്ളത് വേർ യു ആകും. അതേപോലെ ആയിരുന്നില്ലേ എന്ന് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വേറെന്റ് അല്ലെങ്കിൽ വാസിന്റ് വെച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം, ഞാനിത് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്: അവൻ ഇന്നലെ ഓഫീസിലായിരുന്നു. സിമ്പിളാണ്. നമ്മളിപ്പോൾ പഠിച്ചൊരു എക്സാമ്പിൾ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അവൻ ഇന്നലെ ഓഫീസിലായിരുന്നോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം നിങ്ങൾ ഇത് കോമെന്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രോപ്പറായിട്ട് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനും നമ്മുടെ മിസ്റ്റേക്സ് തിരുത്താനും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പേഴ്സണൽ ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള പേഴ്സണൽ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇംഗ്ലീഷ് മെത്തേഡിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. സംസാരിച്ച് പ്രാക്ടീസും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനും ഡീറ്റെയിൽസ് അറിയുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.